തവണ ഈ 2 ടേം നിബന്ധന വെച്ചത് വളരെ നല്ല ഒരു കാര്യമായിട്ട് സ്വീകരിക്കപ്പെട്ടതാണ്, അത് അങ്ങനെ അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ അത് മാറ്റി കൂടുതൽ പേർക്കും ഇളവ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷേ കഴിഞ്ഞ തവണ തന്നെ അങ്ങനെ ഒരു നിബന്ധന കൃത്യമായി എല്ലാവർക്കും ബാധകമാക്കിയിരുന്നില്ലെങ്കിൽ ജി സുധാകരനെ പോലെ ഒരു സഖാവിനെ പാർട്ടിക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. അങ്ങനെ ഒരു വീണ്ടും വിചാരമുണ്ടോ? 2 ടേം നിബന്ധന ഒരു തവണയല്ല, കഴിഞ്ഞ തവണ മാത്രമല്ല, എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ 2 ടേം നിബന്ധന വെച്ചിട്ടുണ്ട്. എന്നാൽ 2 ടേം നിബന്ധന വെക്കുമ്പോൾ തന്നെ ചില മണ്ഡലങ്ങളിൽ ചില സ്ഥാനാർത്ഥികൾ തുറന്നിട്ടുമുണ്ട്. ഇതാണ് ഞങ്ങൾ സ്വീകരിച്ചു വന്നത്. ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. അത് ആ ഇളവുകൾ കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനം അവിടെ ജയിച്ചു വരുന്നതിന് സ്ഥാനാർത്ഥിത്വം ഒരു ഘടകമാണ് എന്ന് കാണുമ്പോൾ അത് ജനങ്ങളെ സമീപിക്കുന്നതാണല്ലോ. പുതിയൊരാളെ പരിചയപ്പെടുത്തുന്നതിനേക്കാളും നിലവിലുള്ള ആൾ തുറന്നതായിരിക്കും നന്നാവുക എന്ന് വെച്ചാൽ ആ നില വരും. ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷെ ഒരുപക്ഷെ സുധാകരന് കഴിഞ്ഞ തവണ സീറ്റ് ആഗ്രഹിച്ചതാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അന്ന് തന്നെ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി അദ്ദേഹം തീർച്ചയായിട്ടും നിന്നാൽ ജയിക്കുന്ന മണ്ഡലം കൂടിയാണ് അമ്പലപ്പുഴ. ഒരിക്കൽ കൂടി കൊടുക്കാമായിരുന്നു എന്ന ചിന്ത ഈ പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലെങ്കിലും ഉണ്ടായോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. കാരണം കേരളത്തിൽ ഒരുപാട് ആളുകൾ 2 ടേമിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ആ മാറിയവർ എല്ലാം കഴിവുറ്റവർ തന്നെയാണ്, അവർ കഴിവ് കുറഞ്ഞവരല്ല. അക്കൂട്ടത്തിൽ ഒരാളാണ് സുധാകരൻ എന്നല്ല മാത്രമേ അന്ന് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ സുധാകരൻ അങ്ങനെ ഒരു പ്രത്യേകത അവകാശപ്പെടാനില്ല, അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടാൻ പാടില്ല എന്നാണ്. പ്രത്യേകത ഉണ്ടെന്നാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷേ സാധാരണഗതിയിൽ പാർട്ടിക്ക് എല്ലാവരും സമന്മാരാണല്ലോ, ആ നിലയാണ് പാർട്ടി എടുത്തത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ദീർഘകാലം താങ്കൾക്ക് പരിചിതനായ ഇവിടെ നിന്ന് തന്നെയുള്ള കെ സുധാകരനും അതുപോലെ തന്നെ പാർട്ടിയിൽ ദീർഘകാലമായി ഉണ്ടായിരുന്ന 2 തവണ മന്ത്രിയായിരുന്ന ജി സുധാകരനും, ഇപ്പോൾ കെ സുധാകരനും സീറ്റ് വേണമായിരുന്നു, പക്ഷേ അദ്ദേഹം ഒടുവിൽ പാർട്ടിക്ക് വിധേയനായി മത്സരിക്കുന്നില്ല എന്ന തീരുമാനത്തിലെത്തി. പക്ഷേ ജി സുധാകരനെ പോലെ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അത് പാർട്ടിക്ക് വിധേയനാവാതെ മത്സരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും താങ്കൾക്ക് വളരെ പരിചയമുള്ള ആളുകളായതുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പോൾ ഇതിലേത് മനോഭാവമാണ് നല്ലതെന്ന് താങ്കൾ പറയുക? പാർട്ടി എന്ന നിലക്ക് കെ സുധാകരൻ സ്വീകരിച്ച നിലപാടാണ് നല്ലതെന്ന് ഞാൻ പറയും. കാരണം അവരുടെ ഹൈക്കമാൻഡ് ഒരു പൊതു തീരുമാനം എടുത്തു. ആ തീരുമാനം സുധാകരൻ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും കെ സുധാകരൻ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് അവർ ഹൈക്കമാൻഡ് എടുത്തത്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ പല അഭ്യൂഹങ്ങളും നാട്ടിൽ പരന്നെങ്കിലും ഞാൻ പാർട്ടിക്ക് വിധേയനാണ്, പാർട്ടിയോടൊപ്പമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നല്ല കാര്യമാണത്. അതാണ് ഒരു പാർട്ടിക്കാരൻ ചെയ്യേണ്ടത് സാധാരണഗതി. അപ്പം തീരെ പ്രതീക്ഷിക്കാത്ത കെ സുധാകരനെ പോലെ ഒരാൾ പാർട്ടിക്കാർക്ക് മാതൃകയാകുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരികയാണ് ഈ കാര്യത്തിൽ. അത് നോക്കിയാൽ കാണേണ്ടത് ജി സുധാകരൻ എത്ര വലിയ ചെറ്റത്തരമാണ് കാണിച്ചത് എന്നാണ്. അതിന് വേറെ വാക്കില്ല എൻ്റെ നിഘണ്ടുവിൽ. അതാണ്. അപ്പോൾ മുമ്പ് ചില പ്രത്യേക കോണ്ടെക്സ്റ്റിൽ സാഹചര്യത്തിൽ നമ്മുടെ പ്രേമേന്ദ്രനെ കുറിച്ച് ഉപയോഗിച്ചതുപോലത്തെ വാക്കുകൾ പിന്നീട് മുഖ്യമന്ത്രി ഉപയോഗിക്കാറില്ലായിരുന്നു. പക്ഷേ വീണ്ടും അത്തരം പ്രയോഗങ്ങൾ ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? അല്ല, എന്താണ് കാണിച്ചത്? വഞ്ചനയ്ക്ക് ഇതിൽ പരം വേറൊരു വിശേഷണമുണ്ടോ? എത്ര വലിയ വഞ്ചനയാണ് കാണിച്ചത്? അദ്ദേഹത്തിൽ പാർട്ടി അർപ്പിച്ച വിശ്വാസം മുഴുവൻ കളഞ്ഞു കുളിച്ച് മറ്റൊരു ഗൂഢാലോചനയിൽ ഏർപ്പെട്ട് ആ ഗൂഢാലോചനയുടെ ഭാഗമായി മറ്റേ ഭാഗത്തിൻ്റെ പിന്തുണയോടെ സ്ഥാനാർത്ഥിയായി മാറുന്നുവെന്ന് വന്നാൽ അത് എത്ര വലിയ പാതകമാണ്. അതിനെ വിശേഷിപ്പിക്കാൻ സാധാരണഗതിയിൽ വാക്കുകളില്ല. ആ ഗൂഢാലോചനയുടെ കാര്യം CM തന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇത് ഒരു ദിവസം ഒരു നിമിഷം പെട്ടെന്ന് ഉണ്ടായ ഒരു തീരുമാനമല്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു. ഒരുപക്ഷെ UDFൻ്റെ നേതാക്കളുമായിട്ട് അദ്ദേഹം സമ്പർക്കത്തിലായിരുന്നു. ഇക്കാര്യമൊന്നും പാർട്ടി അറിയുന്നുണ്ടായിരുന്നില്ലേ? പാർട്ടിയുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളൊക്കെ എവിടെയപ്പോൾ? ഞങ്ങൾ അക്കാര്യത്തിൽ വലിയ തോതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു. കാരണം ഒരു വല്ലാത്ത വിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങളുടെ സഖാക്കളെക്കുറിച്ചുണ്ടായിരുന്നു. മറ്റഭിപ്രായങ്ങൾ ഇപ്പോൾ ജി സുധാകരനൊക്കെ ഒരു വർത്തമാനം പറയത്തിലൊക്കെ പലതരത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം ഉറച്ച പാർട്ടിക്കാരനാണല്ലോ. മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ വളരുമെന്ന് ഞങ്ങളാരും കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും കേട്ടാലും അത് വിശ്വസിക്കുന്നില്ല. അത്തരം സൂചനകൾ ഉണ്ടായിട്ട് പോലും അത് അങ്ങനെ വന്നപ്പോൾ അത് ശരിയാണത്. സാധാരണ നിലക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ എന്നാണ് കരുതുന്നത്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ ഇതിനു വേണ്ടിയുള്ള കളമൊരുക്കുകയായിരുന്നു. അതാണിപ്പോൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്ന കാര്യമല്ലല്ലോ ഇത്. അല്ല, ഇപ്പം UDF നേതാക്കളുമായിട്ട് അദ്ദേഹം ഇങ്ങനെ ബന്ധം പുലർത്തുന്നു എന്നുള്ള കാര്യം വളരെ വൈകിയാണ് അറിഞ്ഞതെന്നാണ് CM പറയുന്നത്.
അതെ അതോ അതെ അത് അറിഞ്ഞിട്ട് പോലും അത് ഇത്ര ഒരു ഗൗരവത്തിലേക്ക് പോവില്ല എന്ന് കരുതി? അങ്ങനെയല്ല, ഒരുപാട് വർത്തമാനങ്ങൾ നാട്ടിൽ നടക്കുമല്ലോ. പക്ഷെ ആ വർത്തമാനങ്ങൾ ഗൗരവത്തിലൂടെ വരുന്നത് അവസാന ഘട്ടത്തിലാണ്. അത് വല്ലാത്തൊരു ഘട്ടത്തിലേക്ക് എത്തി എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ചത്. അതാണ് ഉണ്ടായത്. അപ്പം